ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലാണ്. ബാങ്കോക്കിലെ സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറഞ്ഞുള്ളൊരു സംഭവമുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ സംഭവം എന്ന്? അതായത് ഒന്നുമില്ല, ഒരു 78 നിലയുള്ള കെട്ടിടം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ മുകളിലൊരു ഡെക്കൊക്കെ ഉണ്ട്, അതായത് ഒരു ബാൽക്കണിയും അതേമാതിരി ഗ്ലാസ് ബ്രിഡ്ജ് അല്ല, ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറി 78 നിലയുടെ മുകളിൽ കയറി നിൽക്കാനുള്ളൊരു സെറ്റപ്പും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഏകദേശം ഇന്ത്യൻ മണി 2000 രൂപയോളം വരുന്നുണ്ട് ടിക്കറ്റ് നമുക്ക് അവിടേക്ക് പ്രവേശനത്തിന്. അപ്പോൾ എൻ്റെ ടൈം ഞാൻ സ്ലോട്ട് കിട്ടിയിട്ടുള്ളത് 10 മണിക്കാണ്, കാലത്ത് 10 മണിയുടെ സ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ എന്നുള്ളതൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ആൻഡ് ഹിയർ വി ഗോ. അപ്പോൾ അതുപോലെ നമ്മൾ റൂമൊക്കെ പൂട്ടി പുറത്തിറങ്ങി. ഇപ്പോൾ ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് നേരമായി, എന്തോ ഡിലേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് തായ്ലൻഡിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, 78 നിലയുടെ മുകളിൽ അത്തരത്തിലൊരു ഗ്ലാസ്സൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കില്ലേ? പോയി നോക്കാൻ എന്തായാലും. അപ്പോൾ നമ്മളിവിടെ ടാക്സി ഇറങ്ങിയേക്കാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. അതിൻ്റെ എൻട്രൻസാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നവിടെ കെട്ടിടം, അതിൻ്റെ അങ്ങ് മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ ആ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും മേ ബി ലിഫ്റ്റിനകത്ത് കയറിയിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ അവിടെ നിന്ന് ശേഷമുള്ള വീഡിയോ കാണാം. നമ്മൾ ഇന്ത്യൻ വീട്ടിൽ കയറിയിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്, ഫുൾ ഡിജിറ്റൽ വാൾസാണ്. അത്യാവശ്യം നല്ല ബഹളമാണ്. എൻ്റെ വോയിസ് കൂടെ കേൾക്കാണോന്ന് അറിയില്ല നമുക്ക്. എന്തായാലും ഇവിടെ വെയിറ്റിംഗ് ആണ്, നോക്കാം. അങ്ങനെ ഉള്ളിലേക്ക് കടത്തിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നോക്കാം. ഗംഭീര ലിഫ്റ്റാണെന്ന് പറയണം. ഫുൾ ഡിജിറ്റൽ വാളാണ് ലിഫ്റ്റിനകത്തുനിന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കേട്ടോ, അതിനകത്ത് ആകെ ബഹളാണ് എല്ലാവരും. എന്തായാലും നമുക്ക് നോക്കാം. അടിപൊളി, ഫുള്ളിങ്ങനെ ഇതാട്ടാ. നിമിഷം വെച്ചിട്ടാണ് ഇപ്പോൾ 23, 24 ഓരോ നിലകൾ കയറി പോകണം. ഇതിലുള്ള അറിയണം കൂടിയില്ല നമുക്ക് ഈ ഇത് കയറി പോകണമെന്ന്. ഈ സ്കൈയും കാര്യങ്ങളും കണ്ടില്ലേ, സ്കൈൻ്റെ ഫീലാണ് ഇതിനകത്ത് ഫുള്ള് ഡിസ്പ്ലേ കൊടുത്തിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. വേറെ ലെവലാട്ടോ, ഒന്നും പറയാനില്ല. ചെവിയൊക്കെ ചെറുതായിട്ട് അടഞ്ഞോടൊക്കെ ഉണ്ട്. എനിക്ക് 64, 66, 69, 70, 71, 72, 73, ചെവിയൊക്കെ അടഞ്ഞ പരിപാടി. ഓ മൈ ഗോഡ്, എൻ്റെ മോനെ, അയ്യോ കിളി മാറൂട്ടോ അവിടെ നയിക്കണമെന്നുണ്ടെങ്കിൽ. അയ്യോ അയ്യോ, അടുത്തേക്ക് പോവാൻ അങ്ങനെ പേടിയാവണം. എൻ്റെ മോനെ, കിട്ടില്ല കഴിച്ചല്ലേ, ഒരു രക്ഷയില്ല. അങ്ങറ്റത്ത് ഏതൊരു പുഴയോ കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊക്കെ പുഴ ഒഴുകണു. എല്ലാ കെട്ടിടങ്ങളുടെയും മുകളിലാണ്, ഏറ്റവും മുകളിൽ, എല്ലാത്തിനും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സ്കൈ സ്ക്രാപ്പേഴ്സിനെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് 2 സമയത്ത് വരാം. ഒന്നെങ്കിൽ പകൽ വരാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി വരാം. രാത്രി വരാൻ എന്തായിരിക്കും കുറച്ചും കൂടി ലുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് വ്യൂ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ കിളി മാറും, കണ്ടില്ലേ? അയ്യോ, ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആട്ടോ. ആ ലിഫ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തും കൂടി ഇല്ല എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അതായത് ചെവി നമുക്ക് അടയും, പക്ഷെ നമുക്ക് ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് ഹൈക്ക് ചെയ്യണതിൻ്റെ ഒരു സ്പീഡോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. ഇവിടെ നമുക്ക് ഐസ്ക്രീമോ കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള ഫുൾ സെറ്റപ്പൊക്കെ ഉണ്ട്, കണ്ടില്ലേ? പിന്നെ ഇവിടെ നിന്ന് സോവിനിയേഴ്സും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അടിപൊളി. ഇതിനെ ഫുൾ 4 സൈഡും ഗ്ലാസ് ഇട്ട് ഫുൾ ഇങ്ങനെ സെറ്റപ്പാക്കിയേക്കാണ് കേട്ടോ, കണ്ടില്ലേ? പല കെട്ടിടങ്ങളുടെയും ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാച്ച് ടവർ ഫീലുണ്ട്. ഈ പ്രദേശത്തൊക്കെ എന്താ നടക്കണമെന്നുള്ളത് കംപ്ലീറ്റ് ആണെങ്കിൽ അവിടെ ഒന്ന് കാണാം. ആ ഒരു ലെവലിലുള്ള ഫീലാണ്.
ഏതൊരു നദി ഒഴുകി പോകണമെന്നാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മസ്റ്റ് വിസിറ്റാണ്. ഡോൺ മിസ് ഇറ്റ്. 2000 രൂപയാണ് ഇവിടേക്കുള്ള പകൽ, അതായത് 10 മണി തൊട്ട് ഒരു 3 മണി വരേക്കുള്ള എൻട്രി ടിക്കറ്റ്. വൈകുന്നേരം ആകുമ്പോൾ ഇത്തിരി കൂടുതലാണ്, കാരണം ഒബ്വിയസ്ലി ആ സമയത്ത് തിരക്കും കൂടും. ഈ സമയം കുറച്ച് അടിപൊളിയായിരിക്കും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഉണ്ടല്ലേ, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കാണാൻ പറ്റും സ്ഥലം ഫുള്ളായിട്ട്. ഫോട്ടോസൊക്കെ നല്ല ക്ലിക്ക് എടുക്കാൻ പറ്റും. പിന്നെ നൈറ്റിലുള്ള ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നൈറ്റ് തന്നെ വരേണ്ടി വരും. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകാം. നമുക്ക് മുകളിൽ പോയി നോക്കാം. എസ്കലേറ്ററിൽ നമുക്കങ്ങനെ കയറി പോവാം. എല്ലാവരും കയറി പോകുന്നുണ്ട്. എൻ്റെ പൊന്നമോനെ, ഇത് മുകളിലേക്ക് പോകും തോറും സ്ഥലം കുറഞ്ഞ് വരാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും. വേണ്ട, ഇവിടെ കട്ട് ഡൗൺ ചെയ്തു, ഇത്ര സ്ഥലമുള്ളൂ. ഇനിയിപ്പോൾ ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ഇവിടുന്ന് നമ്മൾ ഈ രീതിയിൽ വേണം കയറി പോകാൻ. ഓ, ഇത് കണ്ടില്ലേ, റൂഫ് ടോപ്പ് ട്രേ, ഗ്ലാസ് ട്രേ. ആ റൂഫ് ടോപ്പിൻ്റെ ഗ്ലാസ് ട്രേയുടെ തിക്നെസ്സും കാര്യങ്ങളൊക്കെയായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഇത്രയും തിക്നെസ്സിലുള്ള ഗ്ലാസ്സാണ് ആ റൂഫ് ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ലിഫ്റ്റൊക്കെ ഉണ്ട്, നമുക്ക് ലിഫ്റ്റിൽ കയറി പോവാം. ഇത്രയും സ്റ്റെയർ കയറി കഴിഞ്ഞാൽ കിളി പാറും ചിലപ്പോൾ. ഹായ്, മുകളിൽ കണ്ടില്ലേ, ഇത്തരത്തിലാണ് മുകളിലേക്ക് കയറി പോകുന്നത്. നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അയ്യോ, ഇവിടെ ചെറിയ കളിയല്ല കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പേടിയാവുന്നുണ്ട്. കൈയും കാലൊക്കെ പറയുന്ന ഒരു ഫീലുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാലേ ചുറ്റും ഗ്ലാസ് വെച്ച് അടിച്ചേക്കല്ലേ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. എൻ്റെ പൊന്നും വേണേ, ശരിക്കും പേടിയാവുണ്ടല്ലോ. തലറിഞ്ഞ് കിടാണ്ടിരുന്ന ദൈവമേ, നാണക്കേട്. ഓക്കെ, അതിൽ തുറന്നു പുറത്തേക്ക് കിടക്കാം. ഒക്കെ ഗ്ലാസ് ആട്ടോ. അതേ ഇതൊക്കെ ഇവിടെ വളരെ കുറച്ച് സ്ഥലമുള്ളത്. ഇതിന് മുകളിൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകുമ്പോൾ അടിപൊളി. ഫുൾ ഇതേമാതിരി സെക്യൂർ ചെയ്തിട്ടുണ്ട് അവർ. ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാരും. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് റിസ്ക് ആണ്. അതിൻ്റെ അടുത്ത് പോലും പോകുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവം അടിപൊളിയായിട്ടാ. വൈകുന്നേരം നിങ്ങൾ വന്നു കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ചെറിയ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവരിവിടെ. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഇതിന് ധൈര്യം തന്നെ വേണം കേട്ടോ. ഇതൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ചേച്ചിയൊക്കെ നിൽക്കണാണ്ടാ, ഒരു പേടിയില്ലാണ്ട് പയ്യെന്നു കാണിക്കണൊക്കെ. എന്തായാലും ഞാൻ ഇറങ്ങുന്നില്ല. എനിക്ക് ആ കയറ്റങ്ങ് തന്നെ എനിക്ക് ചെറുതായിട്ടേ ഓൾട്ടിറ്റ്യൂഡ് പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കത് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അത്രയും ധൈര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി നിന്ന് ഇത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ഷൂസും കവറൊക്കെ ഉണ്ടാവും, ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാനെന്തായാലും ഇറങ്ങണില്ല, ജസ്റ്റ് ഇപ്പുറത്തേക്ക് കടന്നു വെക്കണമല്ലോ. ഇത് നോക്കിയാൽ നിങ്ങൾ ചേച്ചിക്കൊന്നൊരു പേടിയില്ല. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എന്നെ കൈയും കാലം ഇറങ്ങിയ ആക്ച്വലി കേട്ടോ സംഭവം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് ഇറങ്ങാൻ ധൈര്യമുള്ളവർ ഇറങ്ങുക. നല്ല കാറ്റുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലേക്ക് കയറാം. ഇതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. അതിൻ്റെ സ്പീക്കറിലെ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ മണ്ടയ്ക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു സെറ്റപ്പ് എന്താണെന്നുള്ളത്. ഇത് പിന്നെ ഹൈറ്റിലേക്കാണ് പോണേ. എൻ്റെ തിരുവനന്തപുരാനെ. ഇപ്പം നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഇതിന് മുകളിലേക്ക് ഇനി ഇല്ല. തായ്ലൻഡിൽ ഇതിന് മുകളിലേക്ക് കെട്ടിടല്ല എന്ന് പറയണേ. വേറെ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ട്. കോപ്പറേറ്റ് അടിക്കാൻ അറിയില്ല.
എന്തായാലും ഇത്തരത്തിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട്, രക്ഷയില്ല കേട്ടോ. ഹയസ്റ്റ് ബാങ്കോക്കാണ്. 314+ മീറ്ററാണ് ഹൈറ്റ് വരുന്നത്. വേണ്ട അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാഴ്ച തന്നെയാട്ടോ ഇവിടെ നിന്നൊക്കെ കാണുന്നത്. നല്ല മഴക്കാരുണ്ട്. മഴക്കാർ വന്നു കഴിഞ്ഞാൽ ഇടിവെട്ട് സംഭവമുള്ള ദിവസങ്ങളിലൊന്നും ഇവിടേക്ക് കടത്തില്ല എന്നൊരു സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്യൂ ചെയ്ത ടിക്കറ്റിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വെതറൊക്കെ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അത് വന്ന് അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം വൺ ടൈം നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കണ്ടില്ലേ, ഇവിടെ ഇത്തരത്തിൽ സീറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. എന്ത് ദൈവമേ, അങ്ങറ്റത്ത് കടലാട്ട് കാണണേ, അറ്റത്ത് കാണുന്നത് ആ സാധനം കടലാണ്. ആ ഏരിയ ഫുള്ള് കടല, അത്രയും വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ആലോചിച്ച് അപ്പം എത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണേന്ന്. കണ്ടില്ലേ, നിങ്ങളിവിടെ വരുമ്പോഴേ ഇവിടെ ടൈം ലിമിറ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാം. ഇവിടെ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ പുറത്തുനിന്നൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് അകത്ത് കിടത്തുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് അലൗഡ് അല്ല. ഇവിടെയുള്ള സാധനങ്ങൾ നമുക്ക് മേടിച്ച് കഴിക്കാം. അപ്പോൾ കോസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും എന്തായാലും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനത് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഒരു മണിക്കൂർ ഇവിടെ എന്തായാലും ഇരിക്കാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ, ഈ കാഴ്ച കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി പോകാനും തോന്നുന്നില്ല. താഴേക്ക് ഇറങ്ങി പോകാനും ചെറിയൊരു പേടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൽ കയറണമെന്നായി. ആ സാധനത്തിൽ കയറാൻ ചെറിയൊരു പേടി ഫീൽ വരുന്നുണ്ട്. കാണിച്ചു തരാം ആ സാധനത്തിൻ്റെ വ്യൂ ഇവിടുന്ന്, ആ ലിഫ്റ്റിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു കുഴിയുടെ ഉള്ളിൽ പോലത്തെ ഒരു സെറ്റപ്പാണ്, ചുറ്റും ഗ്ലാസ് ഇട്ടിട്ടുള്ള ലിഫ്റ്റാണ്. ഞാനതിൻ്റെ കറക്റ്റ് നടുക്കിലാണ് നിന്നത്. കാരണം സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ആകെ എന്തോ ഒരു തല ചുറ്റണ ഒരു ഫീലൊക്കെയാണ് എനിക്ക് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചവിട്ടുപടി കയറി വരാം കേട്ടോ, ആ ഗ്ലാസ്സിനോട് ചേർന്നുള്ള ചവിട്ടുപടി കയറി വരാം. പക്ഷെ എനിക്ക് അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നടുക്കി കൂടെ ലിഫ്റ്റിൽ ഇറങ്ങിപ്പോവും. ദൈവമേ, ഇറങ്ങിപ്പോവാൻ ചവിട്ടുപടി തന്നെ വേണം, ലിഫ്റ്റില്ലേ ഉണ്ടാവും വിചാരിക്കണം. എന്തായാലും ലിഫ്റ്റ് നോക്കിയിട്ട് ഇറങ്ങണല്ലോ. നോക്കിയാൽ നിങ്ങൾ, ഇതാണ് മോനെ സ്കൈ സ്ക്രാപ്പേഴ്സ്. കാണേണ്ട കാഴ്ചയാണ് ഇത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി പൊളിക്കും ഈ സംഭവം. പക്ഷേ വൈകുന്നേരത്തെ ടിക്കറ്റ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഇപ്പോൾ കാലത്തെ ടിക്കറ്റ് തന്നെ നമുക്കൊരു 2000 റുപ്പീസ് ഇന്ത്യൻ റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ടിക്കറ്റ് ഞാൻ നോക്കിയപ്പോൾ ഒരു 2700 3000 അടുത്ത് വരുന്നുണ്ട്. എന്നാലും അത് വർത്താണ്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസയ്ക്ക് ഇതിനകത്ത് വർത്താണ്. ഇപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ആ ഗോവയിലത്തെ ടൈപ്പ് പാലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്, അങ്ങനത്തെ പാലൊക്കെ ഇത് ഇവിടെ നിന്നാണ് കാണാത്ത. എത്ര ദൂരമായിരുന്നു എന്നറിയത്, ഒരു 15-20 കിലോമീറ്റർ എന്തോ അപ്പുറമായിരുന്നു ഈ സാധനം ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ. അപ്പോൾ ആ പാലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഇവിടെ നിന്നിട്ട് മതിയാവില്ല കേട്ടോ. എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. നിങ്ങളെന്തായാലും ഈ ഭംഗിയൊക്കെ ഒന്ന് കാണും. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് ഇറങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായി തുടങ്ങി, നല്ല പൊള്ളണ ചൂടാണ്. അപ്പോൾ നിങ്ങൾ വരുന്നവർ നേരത്തെ വരാൻ നോക്കുക കേട്ടോ. കാലത്തൊരു 10 മണിക്കൂടെ ഓപ്പൺ ആവും. 10 മണിക്ക് മാക്സിമം വരാൻ നോക്കി കഴിഞ്ഞാൽ അത്രയും ചൂട് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് വന്ന് കണ്ടുപോവാം. പിന്നെ ആഫ്റ്റർനൂൺ ഉണ്ട്, ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് വരാം. ആഫ്റ്റർനൂൺ വന്നിട്ട് വലിയ വെയിലുണ്ടാവില്ല, അതും ഹെൽപ്ഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ
ഇതിൽ കൂടെ തന്നെ ഇറങ്ങണം തോന്നുന്നുണ്ട്. ദൈവമേ, ലിഫ്റ്റ് വരില്ലാണോ? ലിഫ്റ്റ് ഞെക്കിയുണ്ട്, വരുമില്ല നോക്കാം. ഇവിടെ നിൽക്കുമ്പോൾ പേടിയാവണത്. ഈ സംഭവം തൊട്ട് താഴെ റിസപ്ഷൻ പോലെ ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ചുറ്റുള്ള ഈ ഒരു ഇത് കാണുമ്പോഴേ പേടിയാവുണ്ട്. ലിഫ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സിലിണ്ടർ സെറ്റപ്പിലാണ് ലിഫ്റ്റ് വന്നു. ഹായ്. തൽക്കാലം ക്ലോസ് ചെയ്തു. ബാക്കി വേണ്ടില്ല. ഇപ്പോൾ നമ്മൾ 75ാമത്തെ നില, മൊത്തം 76 78 ഫ്ലോറുണ്ട് ഈ സംഭവത്തിന്. താഴേക്ക് ഇറങ്ങണമെങ്കിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ വലിയ പേടിയില്ല കേട്ടോ. പക്ഷെ മുകളിലേക്ക് കൊന്നുമ്പോഴാണ് ആ ഒരു പേടി നമുക്ക് ഫീൽ ചെയ്യുന്നത്. കളിക്കുന്ന കളിയില്ല. 76 നിലയുടെ മുകളിലാണ്. ചിന്തിക്കാൻ പറ്റുമോ? ബുർജ് ഖലീഫ പോയിട്ടുള്ളവരൊക്കെ ഇത് കണ്ടിട്ട് ഇപ്പോൾ ചിക്കിൻ്റെ ഔട്ടാണ്. അവിടെ 146 നില സംതിങ് ഉണ്ട്. അപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോള വഴി ഇതിൽ കൂടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ളൊരു ഒരു ഒബ്സർവേഷൻ ഡെക്ക് പോലുള്ള ഒരു സെറ്റപ്പൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ലിഫ്റ്റ് വന്നിട്ട് വേണം മോളിൽ നിന്ന് താഴെ നിന്ന് വരണത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുമ്പോൾ എന്തായാലും പ്രശ്നമില്ല. വേണ്ടല്ലേ. 314 മീറ്റർ ആയിട്ട് ഹയസ്റ്റ് പീക്ക് എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്. കിങ് പവർ മഹാൻകോൺ. അപ്പോൾ ഇതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യട്ടെ നമുക്ക്. ഫ്ലോറിലോട്ട് നമ്മൾ ഇറക്കിയത്. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടുന്ന് താങ്ക് യു ഫോർ വിസിറ്റിംഗ്. അപ്പോൾ ഈ സംഭവം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ബാങ്കോക്കിൽ വരുന്നവർ തൊട്ടടുത്താണ്. സുഖ്മ ടൗണിൽ നിന്ന് വളരെ അടുത്താണ്. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വന്ന് പോകാവുന്ന സ്ഥലമേ ഉള്ളൂ. ഇവിടെ കുറച്ച് സോവനീർസും കാര്യങ്ങളൊക്കെ ഇതുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറേ സോവനീർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ 4ാമത്തെ ഫ്ലോറിലേ ഇത് കണ്ടില്ലേ, ഇതേമാതിരി കുറേ ഷോപ്പിംഗ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഒരു ചെറിയൊരു എന്താ പറയുക, ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് പോലുള്ളൊരു സെറ്റപ്പ്. മിഠായി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇട്ടോ. പേടിക്കുന്നവർക്ക് പേടിക്കാം. ഓക്കെ, ഇതിനിപ്പോൾ എങ്ങനെ എക്സിറ്റ് എന്നുള്ളതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താഴേക്ക് നമ്മൾ എസ്കലേറ്റർ വഴി പോകണം. 4th ഫ്ലോർ വരേക്കും നമ്മളെ കൊണ്ടുവന്നിട്ട് ഇറക്കി വിടും. ദെൻ വേണ്ടില്ലേ, 4th ഫ്ലോറിൽ സ്പോർട്സ്, ഫാഷൻ, ആക്സസറി, ഹോം, ഫ്രാഗ്രൻസ്, കോസ്മെറ്റിക്, പെർഫ്യൂം, അങ്ങനെ കുറേ കാര്യങ്ങൾ. 2ാമത്തെ ഫ്ലോറിൽ ഗെയിമിങ്, ഇലക്ട്രോണിക്സ്, IoT, ലൈഫ് സ്റ്റൈൽ സാധനങ്ങൾ. 1st ഫ്ലോറിൽ
ടാക്സ് റീഫണ്ട്, ക്ലിക്ക് ആൻഡ് കളക്റ്റ്, രജിസ്ട്രേഷൻ ഏരിയ, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ. നമുക്കിത് വഴി ഇറങ്ങാം. ഇതിൻ്റെ ഒരു 4 നില വരേക്കും ഇത് ഇത്തരത്തിലുള്ള ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് പോലെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളൊരു സെറ്റപ്പാണ്. നമ്മളെ എയർപോർട്ടിലൊക്കെ കാണുന്ന അതൊരു സെറ്റപ്പ് വേണ്ടല്ലേ. നമുക്ക് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കൂടെ നൈസായിട്ട് എക്സിറ്റ് അടിക്കാനുള്ള വഴി ഇവിടെ ഉണ്ട്. അതവിടെ ഇവിടെ ഒരു പ്രശ്നം വെച്ചാലേ ഈ ഒരു ഡയറക്ഷൻ കാണാനില്ല. നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇതിനകത്ത് കൂടെ പോയി നമ്മൾ കറങ്ങി അപ്പുറത്തോടെ ഇറങ്ങണം. അത് ഭയങ്കര സ്ട്രാറ്റജി ആയിട്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള സാധനങ്ങൾ ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ മേടിക്കാനായിട്ട് തോന്നും. അപ്പോൾ അതൊരു സെയിൽസായി അവർക്ക് അല്ലേ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, കുറേ കാര്യങ്ങളൊന്നും എനിക്കൊന്ന് മനസ്സിലാവണം ചെന്തെന്ന്. അതൊക്കെ സ്പ്രേയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിലിപ്പുറത്ത് വന്നപ്പോൾ നമ്മൾ ചെരുപ്പ് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ, ഷൂ. ഓക്കെ, അവിടെയാണ് എസ്കലേറ്റർ. നമുക്കത് വഴി ഇറങ്ങിപ്പോവാം. ഇത് ഫുൾ കറങ്ങാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇത് വന്നപ്പോൾ ഇവിടെ ഇതേമാതിരി കുറേ ബാഗ്, തുണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ചെരുപ്പ് 1260 ഭാഗത്ത് നമ്മുടെ ഇരട്ടിയാണ് കേട്ടോ. ബൈ 2 ഡിവൈഡഡ്. ഓക്കെ, അടിപൊളിയുണ്ട് കേട്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണോ കിടക്കുക കൊള്ളാം സംഭവം എന്തായാലും. അങ്ങനെ നമ്മൾ ഏറ്റവും താഴത്തെ ഫ്ലോറിലെത്തി. സംഭവം കണ്ട, ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. കെട്ടിടത്തിൻ്റെ പോക്ക് കണ്ട, ആ ഒരു ഹൈറ്റിലേക്കാണ് നമ്മൾ, ഏറ്റവും മുകളിലേക്കാണ് നമ്മൾ പോയത്. അതിൻ്റെ തുമ്പ് ഇപ്പോഴും കാണാനില്ല കേട്ടോ. അവിടെ നിന്ന് ഒരു ഭാഗം മാത്രമേ കാണാനുള്ളൂ. വേണ്ട, ആ അറ്റത്ത് കാണുന്നില്ലേ, അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ കയറിപ്പോയത്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവിടെ അത്തരത്തിൻ്റെ ഒരു ആനയുടെ പ്രതിനിധി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ കാണാൻ. അടിപൊളി. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. അപ്പോൾ ഡു സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക വീഡിയോ മാക്സിമം, ദെൻ സപ്പോർട്ട് ചെയ്യുക. ബൈ.